എല്ലാവർക്കും നമസ്കാരം. പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ ഈ ജീവനക്കാർ നൽകുന്ന നികുതി അത് അതിഭീമമായി സർക്കാർ അങ്ങ് വർദ്ധിപ്പിച്ചു. ഈ ഒരു സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനത്തിലും സ്വകാര്യ സ്ഥാപനത്തിലുമൊക്കെ ജോലി ചെയ്യുന്ന ജോലിക്കാർ അവരുടെ ശമ്പളത്തിൻ്റെ ഒരു ഇത്ര ശതമാനം സർക്കാരിലേക്ക് അടയ്ക്കുന്നതിന്, അതിന് ശരിക്കും പറഞ്ഞാൽ തൊഴിൽക്കരം എന്ന് വേണേൽ തനി മലയാളത്തിൽ പറയാം. അത് സാധാരണ വ്യക്തികൾ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനങ്ങളുടെ മേധാവികൾ, സ്വകാര്യ സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ മേധാവികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ മേധാവികൾ അത് ഈ വ്യക്തികളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് സർക്കാരിൽ അടയ്ക്കുന്നതാണ് ഈ തൊഴിൽക്കരം, ഈ പ്രൊഫഷണൽ ടാക്സ്. അത് ഈ IT കമ്പനികളും അതുപോലുള്ള കമ്പനികളും ഒക്കെ അത് പിടിച്ചിട്ടാണ് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏരിയകളിലൊക്കെ അത് ജൂലൈ മാസം 30-ാം തീയതിയോടുകൂടിയാണ്. വർഷത്തിൽ 2 പ്രാവശ്യം അടയ്ക്കണം. അതിൽ ഒരു പ്രാവശ്യം അടയ്ക്കുന്നത് ജൂലൈ 30 അടയ്ക്കണം, പിന്നെ ബാക്കി ഡിസംബറോടുകൂടി അടയ്ക്കണം. എന്നാൽ നഗരങ്ങളിലേക്ക്, അത് കോർപ്പറേഷനിലേക്കൊക്കെ വരുമ്പോഴത്തേനും അത് ഓഗസ്റ്റ് അവസാനം ആണ് അടയ്ക്കേണ്ടത്. ഈ പ്രാവശ്യം ഇത് ഭീകരമായിട്ട് സർക്കാർ അങ്ങ് വർദ്ധിപ്പിച്ചു. ഈ തൊഴിൽക്കരം വർദ്ധിപ്പിച്ചതിൻ്റെ അതിൻ്റെ ഒരു സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ്, ഇതിനകത്താണ് അതിൻ്റെ ഒരു ഭീകരത ഇരിക്കുന്നത്. അതായത് 12,000 രൂപ വരെ, 12,000 രൂപയ്ക്ക് 1 രൂപ കുറവ്, 11,999 രൂപ വരെ മാസ വരുമാനമുള്ളവർക്ക്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽക്കരം ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 400 രൂപ ജോലി ശമ്പളമുള്ളവർക്ക് തൊഴിൽക്കരമില്ല. 12,000 രൂപ തികച്ചില്ല, 11,999 രൂപ വരെയുള്ളവർക്ക് തൊഴിൽക്കരമില്ല. ഈ 12,000 മുതൽ 17,999 വരെ, അതായത് ഒരു 400 രൂപ മുതൽ 600 രൂപ വരെ ദിവസ ശമ്പളം ഉള്ളവർക്ക്, നേരത്തെ അത് 120 രൂപയായിരുന്നു ഒരു മാസം കൊടുക്കേണ്ട തൊഴിൽക്കരം എങ്കിൽ ഇപ്പോൾ അത് 320 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ 2.67 ഇരട്ടി കൂട്ടി. 2.67 ഇരട്ടി കൂട്ടി. അപ്പോൾ 18,000 മുതൽ 30,000 രൂപ വരെ, അല്ലെങ്കിൽ അതെല്ലാം ഈ 1 രൂപ കുറച്ച് കൃത്യം കണക്ക് പറയുന്നത്, 18,000 മുതൽ 29,999 വരെ 180 രൂപയായിരുന്നു കരം. അതിപ്പോൾ 450 രൂപയാക്കി കൂട്ടി. എന്ന് പറഞ്ഞാൽ 2.5 ഇരട്ടി വർദ്ധിപ്പിച്ചു. പിന്നെ 30,000 മുതൽ 44,999 രൂപ വരെ 300 ആയിരുന്നത് 600 ആക്കി കൂട്ടി. എന്ന് പറഞ്ഞാൽ ഡബിളാക്കി. 45,000 മുതൽ 59,000 വരെ 450 ആയിരുന്നത് 750 ആക്കി കൂട്ടി. എന്ന് പറഞ്ഞാൽ 1.67 ഇരട്ടി കൂട്ടി. 60 മുതൽ 75 വരെ ഉള്ളത് 750 ആയിരുന്നു, 750 ആയിട്ട് തന്നെ നിർത്തി, കൂട്ടിയിട്ടില്ല. 75 മുതൽ 1 ലക്ഷം രൂപ വരെയുള്ളത് 750 ആയിരുന്നു, അതും 750 ആയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്, കൂട്ടിയിട്ടില്ല. പിന്നെ 1 ലക്ഷം മുതൽ 1,4 ലക്ഷം വരെ ഉള്ളത് 1,000 ആയിരുന്നു, 1,000 ആയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. 1,4 ലക്ഷത്തിന് മുകളിലുള്ളത് 1,250 ആണ്, അത് 1,250 ആയിട്ടും നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ പറയപ്പെടുന്നത് തൊഴിലാളികളുടെ ഗവൺമെൻറ്, സാധാരണക്കാരുടെ ഗവൺമെൻറ്, കഷ്ടപ്പെടുന്നവരുടെ ഗവൺമെൻറ്, പാവപ്പെട്ടവൻ്റെ ഗവൺമെൻറ്, സ്നേഹിക്കുന്ന ഗവൺമെൻറ്, കരുതുന്ന ഗവൺമെൻറ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കിട്ടാണ് കരുതുന്നതെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും. അതായത് 45,000 രൂപ മുതൽ 60,000 രൂപ വരെ, അതായത് 2,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള ആളുകൾക്ക്, 2,000 രൂപയ്ക്ക് ദിവസത്തെയാണ് പറയുന്നത്, ദിവസം 2,000 രൂപയ്ക്ക് താഴോട്ട് വരുമാനമുള്ള എല്ലാവരുടെയും കരം 2.5 ഇരട്ടി, 1.25 ഇരട്ടി, 2.5 ഇരട്ടി, 2 ഇരട്ടി, 2.25 ഇരട്ടിയൊക്കെ ആയിട്ട് കൂട്ടിക്കൊടുത്തു. എന്നാൽ 1 ലക്ഷം രൂപ 75,000 മുകളിൽ ശമ്പളം ഉള്ളവർക്ക് കൂട്ടിയിട്ടുമില്ല, അത് ഉള്ളിടത്തങ്ങ് നിർത്തിയേക്കും. അതാനും നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, കേരളത്തിൽ കൂടുതലും പാവപ്പെട്ടവരും ഇടത്തരക്കാരും ആയതുകൊണ്ട് സർക്കാർ ഇപ്പം വ്യക്തമായിട്ട് തിരിഞ്ഞിരിക്കുക സാധാരണക്കാരുടെയും ഇടത്തരക്കാരുടെയും എതിരായിട്ട്. രസം എന്താണെന്ന് ചോദിച്ചാൽ, 100 രൂപ പഞ്ചായത്തിൽ കരമില്ലാത്ത വീട്ടുകാരൻ 600 രൂപ ഹരിതകർമ്മസേനയ്ക്ക്
അടയ്ക്കണം വർഷം. ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു പച്ച കാർഡ് കൊടുത്തിട്ടുണ്ട്, ആ കാർഡ് കൃത്യമായിട്ട് പൂരിപ്പിച്ചില്ലേ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു സേവനങ്ങളും പഞ്ചായത്ത് ചെയ്ത് കൊടുക്കുകയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ കൊണ്ട് കരം മാത്രം കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെയും കൂടെ കൂട്ടി 700 രൂപ മാസം കൊടുത്താലേ സാധാരണക്കാർക്ക് അങ്ങനെ ഒരു അവസ്ഥ ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. ഇനി രണ്ടാമത്തെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഹരിതകർമ്മസേന കേരളം മുഴുവൻ ഇതുപോലെ വീടുകളിൽ നിന്ന് പണം പിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് തോട്ടിൽ മാലിന്യം വാരാനിറങ്ങി ജോയി എന്നൊരു വ്യക്തി മരിച്ചത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. ഈ വാരിച്ചയും സേവനവും ഒക്കെ എന്നതാണ്, എവിടെയാണ്, എന്താണ് ഇതിൻ്റെ ആത്മാർത്ഥത? റെയിൽവേയിൽ ഒരു സെറ്റ് ആൾക്കാർ കുറ്റം പറയും, വേറൊരു സെറ്റ് ആൾക്കാർ മുനിസിപ്പാലിറ്റിയെ കുറ്റം പറയും. എന്നതാണെങ്കിലും ജീവൻ പോയവർക്ക് ജീവൻ പോയി എന്നതാണ് സത്യം. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ 120, 180, 300, 450 എന്ന 4 ഗ്രേഡിൽ 50,000 രൂപയ്ക്ക് താഴോട്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ തൊഴിൽ കരം ഭീകരമായിട്ടങ്ങ് കൂട്ടി. ആവറേജ് നമ്മൾ കൂട്ടി നോക്കിയാൽ ഒരു 2.5 മടങ്ങ് വെച്ച് അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. അതായത് സാധാരണക്കാരുടെ ഗവൺമെൻറ്, പാവപ്പെട്ടവരുടെ ഗവൺമെൻറ് പാവപ്പെട്ടവനിട്ട് അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പണി കൊടുത്തതുകൊണ്ട് 400 രൂപ തൊട്ടൊക്കെ ശമ്പളം കിട്ടുന്നവൻ്റെ കയ്യിൽ നിന്ന് പോലും ഈ രീതിയിൽ മേടിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം. അതിൽ തന്നെ 2,000 രൂപയ്ക്ക് മുകളിൽ ദിവസം വരുമാനമുള്ളവർക്ക് വർധനയില്ലെന്നും ചിന്തിക്കുമ്പോൾ ഈ പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസവും ഇവർ സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്തയും വേണേൽ നമുക്കിങ്ങനെ പറയാം. വലിയ വരുമാനക്കാരില്ലാത്തതുകൊണ്ട് ചെറിയ വരുമാനക്കാർക്കിട്ട് കൊടുത്തതാണെന്ന് വേണേൽ ചിന്തിക്കാം. പക്ഷേ ചെറിയ വരുമാനക്കാർക്ക് സ്ഥിരമായി പണിയോ കാര്യങ്ങളോ അത് തന്നെ സ്ഥിരമായി ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള പാരകളും കൂടെ അനുദിനം വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ കേരളത്തിലെ ഓരോ ജനങ്ങളും ഇതൊക്കെ ഹൃദയം തുറന്ന് കാണണമെന്നും പ്രത്യേകിച്ച് അടുത്ത അവസരം വരുന്ന സമയത്തേക്ക് കലിപ്പോടെ കാത്തിരിക്കണമെന്നും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.